അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, താങ്കളുടെയും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുടെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവായിട്ടുള്ള ഇന്നലത്തെ ആ ഒരു സന്ദർശനം എത്രത്തോളം മുനമ്പം നിവാസികൾക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും വഖഫിൻ്റെ അവകാശവാദങ്ങൾ നീണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എന്തൊക്കെ ഒരു ഈ കേന്ദ്രമന്ത്രി എന്തൊക്കെ ഉറപ്പുകളാണ് താങ്കൾക്ക് നൽകിയിരിക്കുന്നത്? എന്തൊക്കെ ഈ ജനം വിശ്വസിക്കണം? ഇവിടെ മുനമ്പത്തെ ദേശീയ തലത്തിൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നലെ ബഹുമാനപ്പെട്ട മുൻമന്ത്രി ശ്രീ രാജീവ് സാറും ഞാനുമാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയത്. മുനമ്പം വിഷയത്തെ സംബന്ധിച്ച് മുനമ്പത്തിന്റെ ചരിത്രം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം അതിനെ വലിയ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. കാരണം കുടികിടപ്പ് അവകാശമുള്ള ഭൂമിയിൽ തന്നെ ആ കുടികിടപ്പ് അവകാശമുള്ള ഭൂമി അവർ വില കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യവും അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ക്രൂരമാണ്. ഇത് ഇവിടെ മാത്രമല്ല, രാജ്യത്തുടനീളം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരം ബില്ലിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചതെന്ന് അദ്ദേഹം പ്രത്യേകിച്ച് ഇന്നലെ പരാമർശിക്കുകയുണ്ടായി. അപ്പോ ഇത് ഒരു വിഭാഗത്തിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മോശമാക്കാനോ വേണ്ടിയില്ല. ഇത് എല്ലാ വിഭാഗങ്ങളും ഈ വഖഫ് ആക്ട് 1995-ലും 2013-ലും ഉണ്ടായ ഭേദഗതിയിലൂടെയും വലിയ രീതിയിലുള്ള അവകാശ ലംഘനമാണ് ഓരോ സാധാരണക്കാരനും ഉണ്ടായെന്നുള്ളത്. അപ്പൊ അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും വഖഫ് ബോർഡിന്റെ വഖഫ് ഭേദഗതി നിയമം വരുന്നതോടുകൂടി മുനമ്പത്തെ മാത്രമല്ല രാജ്യത്തൊട്ടാകെയുള്ള വഖഫ് ബോർഡിന്റെ ഈ കടന്നുകയറ്റത്തിനെതിരെയുള്ള നിയമനിർമ്മാണം യാഥാർത്ഥ്യമാകും. പ്രത്യേകിച്ച് മുനമ്പത്തെ സ്പെസിഫിക് ആയിട്ട് മുനമ്പത്തെ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. JPC-യിലേക്ക് ഇവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം മുനമ്പം നിവാസികൾ JPC-യിൽ ബാംഗ്ലൂർ സിറ്റിംഗിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ വരുന്ന ഭേദഗതികളെ സംബന്ധിച്ചും മുനമ്പത്തെ വിഷയം പ്രത്യേകമായും അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകും, നിയമം വഴിയുള്ള എല്ലാ സംരക്ഷണവും നൽകും. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. ഇന്നലെ മുഖ്യമന്ത്രി ചർച്ച നടത്തി, അവിടെ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു മുനമ്പം പോകുമ്പോൾ ഒരു തളിപ്പറമ്പ് വരും, ഒരു തളിപ്പറമ്പ് പോകുമ്പോൾ അടുത്ത സ്ഥലം വരും. അപ്പോൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഈ വഖഫിന്റെ ഈ കടന്നുകയറ്റത്തെ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ തടയാൻ കഴിയുള്ളൂ. ആ നിയമനിർമ്മാണം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അത് നടത്തി ഈ വിഷയത്തിൽ നിന്നും കൃത്യമായ പരിഹാരം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം ഇന്നലെ ഉറപ്പ് നൽകിയത്. ശ്രീ ഷോൺ ജോർജ്, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള നടപടി എന്താണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഭരണ പ്രതിപക്ഷമായിക്കോട്ടെ ഏത് പാർട്ടികളായാലും ഈ ഒരു കാര്യത്തിലെടുത്ത നടപടികൾ നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ നടപടികൾ വളരെ സംശയദൃഷ്ടിയോടെയാണ് നമ്മളെല്ലാവരും നോക്കി കണ്ടത്. അതോടൊപ്പം തന്നെ അങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണങ്ങളെല്ലാം. എന്താണ് കേരളത്തിലെ BJP നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്സ്? കേരളത്തിലെ BJP നേതൃത്വം ഇന്ന് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാനത്തു നിന്നുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. തേജസ്വി സൂര്യ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാനിന്ന് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. പാർട്ടിയുടെ ദേശീയ നേതാക്കൾ നിരവധി ആളുകളുമായി ഈ വിഷയം സംസാരിച്ചു. അവരെല്ലാം ഈ വിഷയത്തിൽ അതീവ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേക കോൺസെൻട്രേഷൻ ഈ വിഷയത്തിലുണ്ടാകും. ഈ 20-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഒരു വലിയ പ്രതികരണങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും നേതാക്കൾ പോകുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ നിറം എന്താണെന്ന് ജനമറിയും. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ മുനമ്പം ജനതയ്ക്ക് കൊടുക്കേണ്ട എല്ലാ സംരക്ഷണവും BJP കൊടുക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ BJP സർക്കാർ കൊണ്ടുവരുന്ന ഏതു നിയമത്തെയും കരിനിയമമായി ചിത്രീകരിക്കാനും ഇതിനെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കാനും ഇവർ നടത്തിയിരുന്ന ഒരു ശ്രമം ഇത് ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അത് ദേശീയ തലത്തിൽ തന്നെ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വഖഫ് എന്ന് പറയുന്ന കിരാത നിയമം പൊളിച്ചെഴുതപ്പെടേണ്ടതാണ് എന്നുള്ള പൊതുജന അഭിപ്രായം വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ മോഡി സർക്കാരിന് എതിരെ ചിത്രീകരിക്കുവാനൊന്നും അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല, കേരള നിയമസഭയിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാൻ. അപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന വഴി ഇവർ നടത്തുന്ന ഒരു പ്രീണനം
ഇവിടെയുള്ള മറ്റിതര ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി എന്തിനു വേണ്ടി ഇവരിത് ചെയ്തു. ഇപ്പൊ എല്ലാ നിയമസഭയും പ്രമേയം പാസ്സാക്കണമെന്നോ അഭിപ്രായം അറിയിക്കണമെന്നോ JPC പറഞ്ഞിട്ടില്ല, പാർലമെന്റ് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഇലക്ഷന് മുമ്പ് അവർ നടത്തിയ ഒരു പ്രീണനം അത് ഇതര മതവിഭാഗങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമാവും, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് അത്രയും വലിയ എതിർപ്പ്, കാരണം കുറെ കാലങ്ങളായി, പ്രത്യേകിച്ച് ഒരു 2-3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ നടക്കുന്നുണ്ട് മതേതരത്വത്തിന്റെ നാടെന്ന് പറയുന്ന കേരളം ഇപ്പൊ മതേതരത്വത്തിന്റെ നാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്, ഒരു സംശയം വേണ്ട. ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടിരുന്നു BJP സ്ഥാനാർത്ഥികൾ മുനമ്പത്തേക്ക് എത്തുകയും അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഒരു സംഭവത്തെ മറ്റു പാർട്ടികൾ നോക്കിക്കണ്ടത് വളരെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണ സമയത്ത് മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ഞാന് സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായി മുനമ്പത്തെത്തിയത്. അപ്പൊ അവിടെ ആരും ഇല്ലായിരുന്നു, ഒരു മാധ്യമങ്ങളും ഇല്ലായിരുന്നു. ആകപ്പാടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, പിന്നെ ജനം TV ഉണ്ടായിരുന്നു. വേറെ ആരും ഈ പാവങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു. ഈ വിഷയത്തെ ദേശീയ ദ്രസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ BJP അവിടെ വന്നതിന് ശേഷം നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവിടെ കഴിയും. ആ വിഷയത്തിന്റെ ഗൗരവം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ BJP കഴിയും. ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് 20-ാം തീയതി കഴിഞ്ഞു, 21-ാം തീയതിയും അത് കഴിഞ്ഞ് മുമ്പോട്ട് അങ്ങോട്ടും ആ 610 കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതും വരെ BJP അവർക്കൊപ്പം ഉണ്ടാവും. അവർക്ക് നീതി ലഭ്യമാകുക തന്നെ ചെയ്യും. അത് ലഭ്യമാകാതെ ഞങ്ങൾ ഒരടി പുറകോട്ട് പോകില്ല. ഇത് മാത്രമല്ല, ഇത് ദേശീയ തലത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് വഖഫ് ബോർഡിന്റെ നിയമങ്ങളിലുള്ള അപാകതകൾ, എന്താണ് വഖഫ് 1995-ലും 2013-ലും ഈ രാജ്യം കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലാൻഡ് ബാങ്കായി വഖഫിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തെ പൊളിച്ചെഴുതുവാൻ, ജനങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ സ്വരൂപം ഉണ്ടാക്കുവാൻ തീർച്ചയായിട്ടും മുനമ്പം വിഷയത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ഏറ്റവും ഗൗരവമായി കാണാനും അവരോടൊപ്പം അവർക്ക് നീതി ലഭിക്കുന്നിടം വരെ ഒരടി പോലും BJP പുറകോട്ട് പോകില്ല.